നമസ്കാരം. പത്തനംതിട്ടയിൽ CPM BJP രഹസ്യധാരണയിൽ പ്രതിഷേധിച്ച് CPM നേതാവ് മുസ്ലിം ലീഗിൽ ചേർന്നു. കോഴഞ്ചേരി മുൻ ഏരിയ കമ്മിറ്റി അംഗം, SFI പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ്, DYFI ജില്ലാ വൈസ് പ്രസിഡന്റ്, തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് എന്നീ ചുമതലകൾ വഹിച്ച അഡ്വക്കേറ്റ് R. കൃഷ്ണകുമാറാണ് പാർട്ടി വിട്ടത്. CPM BJPയുമായി ഉണ്ടാക്കിയ രഹസ്യധാരണയിൽ പ്രതിഷേധിച്ചാണ് മതേതര പാർട്ടിയായ മുസ്ലിം ലീഗിൽ ചേർന്നതെന്ന് കൃഷ്ണകുമാർ പത്തനംതിട്ടയിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലീഗ് നേതാവ് ഷാഫി ചാലിയം കൃഷ്ണകുമാറിനെ ലീഗിലേക്ക് സ്വീകരിച്ചു. കൃഷ്ണകുമാറിനൊപ്പം CPM ബ്രാഞ്ച് സെക്രട്ടറി റെഞ്ചി ജോൺ, നവോത്ഥാന സമിതി നേതാവ് രാജേഷ് AC എന്നിവരും മുസ്ലിം ലീഗിൽ ചേർന്നു. നമസ്കാരം. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ 19 വർഷമായിട്ട് ഇവിടെ പൊതുവിപ്ലവ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. SFIയുടെ ജില്ലാ നേതാവായിട്ടും DYFIയുടെ ജില്ലാ നേതാവായിട്ടും തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിട്ടും വളരെ കാലം കോയിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. 20 വർഷക്കാലത്തോളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്നു. നായർ സർവീസ് സൊസൈറ്റിയുടെ പ്രതിസഭയിലും വർഷങ്ങളോളം നായർ സർവീസ് സൊസൈറ്റിയുടെ കൗൺസിലിൽ NSSന്റെ യൂണിയൻ നേതൃത്വത്തിൽ ഒക്കെ ഞാൻ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ലീഗിലേക്ക്, ഞാൻ മാത്രമല്ല തോട്ടപ്പുഴശ്ശേരി പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗം ഞാൻ അവിടെ ഇരിപ്പുണ്ട്, രഞ്ജി മാത്യു ഇരിപ്പുണ്ട് എന്നോടൊപ്പം. ഞാൻ നിരവധി ആൾക്കാർ എന്നോടൊപ്പം ഇവിടെ വന്നിട്ടുണ്ട്. സ്വാഭാവികമായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, പ്രത്യേകിച്ച് CPM, നിങ്ങൾക്കെല്ലാം അറിയാം. ഇവിടെ ചോദിച്ച പ്രിയപ്പെട്ട സഹോദരൻ ചോദിച്ച ചോദ്യം പോലെ 2 വർഷങ്ങൾക്ക് മുമ്പ് BJP പ്രസിഡന്റായിട്ടുള്ള ഒരു ഭരണം, ആ ഭരണം ഒഴിവാക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ ജില്ലാ നേതൃത്വം, സംസ്ഥാന നേതൃത്വം കൂടി ഇടപെട്ട് അവിശ്വാസം കൊടുക്കുവാൻ തീരുമാനിക്കപ്പെടുകയുണ്ടായി തോട്ടപ്പുഴശ്ശേരി പഞ്ചായത്തിൽ. ആ തീരുമാനമെടുത്ത അവസരത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ പാർലമെന്ററി പാർട്ടി നേതാവെന്ന അടിസ്ഥാനത്തിൽ ഞാൻ അടക്കമുള്ള മെമ്പർമാർ, എന്നോടൊപ്പമുള്ള CPMന്റെ ജനപ്രതിനിധികൾ, ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ അടക്കം അവിശ്വാസത്തിൽ ഒപ്പിട്ട് പാർട്ടിയുടെ അന്നത്തെ ജില്ലാ സെക്രട്ടറി സഖാ ഉദയഭാനു അടക്കം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയേറ്റ് മെമ്പർമാരടക്കം പങ്കെടുത്തുകൊണ്ട് അവിശ്വാസമായി മുന്നോട്ട് പോയി. എന്നാൽ അവിശ്വാസം കൊടുക്കുന്നതിന്റെ തലേ ദിവസം ആ അവിശ്വാസത്തിൽ നിന്ന് പിന്മാറണമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലെ ഒരു ആവശ്യം ഞങ്ങളുടെ ഇടയിലേക്ക് ഉണ്ടായി. ഒരുപക്ഷെ അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഒരു വർഗീയ കക്ഷികളെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി, BJPയുടെ ഭരണം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രമേയം തയ്യാറാക്കി അവിശ്വാസം കൊടുത്ത ആ അവസരത്തിൽ അവിശ്വാസത്തിന്റെ തലേ ദിവസം പിൻവാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. ഞങ്ങൾ അവിശ്വാസമായി BJP പ്രസിഡന്റിനെതിരെ അവിശ്വാസമായി മുന്നോട്ട് പോവുകയും ആ അവിശ്വാസം പാസ്സാകുകയും പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ ഞാൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അപ്പൊ അന്ന് മുതൽ പാർട്ടിയുമായി എന്തുകൊണ്ട് ഒരു ചെറിയ സ്വരച്ചേർച്ചയിലല്ല എന്ന് പറയാൻ ഇരിക്കാൻ ഞാൻ കഴിയുകയില്ല. അന്ന് പാർട്ടി ഞങ്ങളെ സസ്പെൻഷനിലേക്ക് കൊണ്ടിരിക്കുകയും ഒരുപക്ഷെ അതിന്റെ ജില്ലാ നേതൃത്വം അത് അംഗീകരിക്കാതിരിക്കുകയും, ഏരിയ നേതൃത്വം സസ്പെൻഡ് ചെയ്യുകയും ജില്ലാ നേതൃത്വം അംഗീകരിക്കാതിരിക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, അതേപോലെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPMന്റെ ജില്ലാ നേതൃത്വം അടക്കം സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങളോടൊക്കെ പ്രത്യേകിച്ച് എന്നോട് സമീപിച്ച് പാർട്ടിയിൽ സജീവമാണ്, മുൻപുള്ള സ്ഥാനമാനങ്ങൾ തിരിച്ചു നൽകാം, പാർട്ടി കൂടുതൽ പരിഗണന നൽകാം എന്ന് പറയുകയുണ്ടായി. പക്ഷേ ഇന്നത്തെ ഒരു അന്തരീക്ഷത്തിൽ ഞാൻ നിന്ന പ്രസ്ഥാനത്തെ ഞാൻ തള്ളി പറയുകയില്ല. ഞാൻ ചെറുപ്പകാലം മുതൽ നിന്നൊരു പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വിദ്യാർത്ഥി കാലഘട്ടം മുതൽ മുന്നോട്ട് വന്ന പ്രസ്ഥാനം. പക്ഷേ ഇന്നത്തെ അവസ്ഥയിൽ ഈ ഞങ്ങളോട് ഒരുപക്ഷെ ഒരു വട്ടം ഞാൻ ഉൾപ്പെടെയുള്ള 5 മെമ്പർമാരെ, ആകെ LDFനുള്ള 5 മെമ്പർമാരോട് BJPക്ക് അനുകൂലമായി നിൽക്കണമെന്ന് പറഞ്ഞത് എന്താണെന്ന് ഇന്നും എനിക്ക് വെടികിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതേതര പ്രസ്ഥാനമായ ലീഗിലേക്ക് വരാൻ, ഞാൻ മാത്രമല്ല എന്നോടൊപ്പം ഉള്ളവരൊക്കെ ലീഗിലേക്ക് വരാൻ താല്പര്യപ്പെട്ടത്, അതിന് മുതിർന്നത്. നമുക്കറിയാം, ബാബറി മസ്ജിദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളായാലും മാറാട് കലാപവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒക്കെ ആയാലും ഈ സംസ്ഥാനത്തെ സമുദായ ഐക്യം കൂട്ടിയുറപ്പിക്കുന്നതിന് മുസ്ലിം ലീഗ് വഹിച്ച പങ്കൊന്നും ചെറുതല്ല. പ്രത്യേകിച്ച് ലീഗിന്റെ തങ്ങന്മാരടക്കം, ഷാഫി ഒക്കെ ഇരിപ്പുണ്ട്, തങ്ങന്മാരടക്കമുള്ളതായി വ്യക്തിപരമായി തിരുവനന്തപുരത്തെ SFI സംഘടനാ സംവിധാനത്തിൽ ഞാൻ പ്രവർത്തിക്കുമ്പോഴും
SFIയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുമ്പോഴും ലോ കോളേജ് വിദ്യാർത്ഥിയായിരിക്കുമ്പോഴും ഒക്കെ തന്നെ ഈ ലീഗുമായി അടുത്തിടപഴകാനും പ്രത്യേകിച്ച് തങ്ങന്മാരുമായി അടുത്തിടപഴകാനുള്ള ഒത്തിരി സാഹചര്യം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ഇതൊരു മതേതര പ്രസ്ഥാനമാണെന്ന് സംശയം എനിക്ക് പറയുവാൻ കഴിയും. അതിന് യാതൊരു സംശയമില്ല. ഇപ്പൊ നമ്മൾ ഇന്നലത്തെ ഒരു വാർത്ത തന്നെ കണ്ടല്ലോ,